കാര്യമില്ല. 2 മണീസ് ഉണ്ടാക്കണം. എന്താ ടിൻഡു ഒരു ആലോചന? എടി വല്ല പാർട്ട് ടൈം ജോലിയും സംഘടിപ്പിക്കണം, എന്നാലേ ഒത്തു പോകൂ. എന്താ ഒരു ചെലവ്. നിനക്ക് ഹോട്ടലിൽ ജോലി ചെയ്യാമോ? പിന്നെ ഞാൻ റെഡി. എന്റെ മാമൻ പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ വേണേ റെക്കമെൻഡ് ചെയ്യാം. ആണോടി? പ്ലീസ് ഒന്ന് ചെയ്യ്. ഹോട്ടലാണെങ്കിൽ പണിയും നടക്കും, ഫുഡും അടിക്കാം. നിന്റെ സ്ഥിരം പരിപാടിയൊന്നും നടക്കില്ല, എല്ലാം മുറിയെ പണിയെടുക്കണം. പിന്നെ വല്ലാതെ എടുക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കിയാ മതി. നിനക്ക് എന്റെ മാമന്റെ സ്വഭാവം അറിയാത്തത് കൊണ്ടാ തൂക്കിയെടുത്ത് പുറത്തിടും. എന്നെയോ? പുള്ളിയെ ഞാൻ കുപ്പിയിലാക്കും മോളെ. സർ, ഇവിടെ ജോലി ഒഴിവുണ്ടെന്ന് പറഞ്ഞു കേട്ട് വന്നതാ. നിന്നെ കണ്ടിട്ട് കൊച്ചു പയ്യനാണല്ലോടെ. സാറിന് എന്നെ പറ്റി അറിയാത്തത് കൊണ്ടാ. എന്നെ ഇവിടെ ജോലിക്ക് വെച്ചാൽ സാറിന് ഗുണമേ ഉണ്ടാവുള്ളൂ. എന്നാൽ പറ, എന്തൊക്കെയാ നിന്നെ വെച്ചാലുള്ള ഗുണങ്ങൾ? സാറേ, ഞാൻ എന്നും രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും, എന്നിട്ട് എല്ലാം മുറിയെ പണിയെടുക്കും. എന്ത് ജോലി ഞാൻ ചെയ്തോളൂ. നീയാള് കൊള്ളാമല്ലോ. ഇവിടുത്തെ ഹിന്ദിക്കാരൻ പയ്യന്മാരൊക്കെ 7 മണിയാകും ഒന്ന് എഴുന്നേറ്റ് കിട്ടാൻ. മിടുക്കൻ. ഒരുവിധം എല്ലാ ഭക്ഷണവും ഞാൻ ഉണ്ടാക്കും, പിന്നെ ഗ്യാപ്പിൽ വേണേ ക്ലീനിങ്ങും ചെയ്യും. നീയൊരു സംഭവം തന്നെയാണല്ലോടാ. നിന്റേത് വളരെ നല്ല ശീലങ്ങൾ തന്നെ. ആട്ടെ, എന്തെങ്കിലും ദുശീലങ്ങളുണ്ടോ? ചെറിയൊരു ദുശീലമുണ്ട് സാർ. തരക്കേടില്ലാതെ കള്ളം പറയും.